മക്കിൾസ്, നമ്മളുടെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും ക്രിസ്മസ് എക്സാമിന് 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മിസ് അടിപൊളിയായിട്ട് അങ്ങോട്ട് പഠിപ്പിച്ചു തരട്ടെ. എന്നാൽ ഇപ്പൊ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതാവാ നമ്മളുടെ റേഷ്യോ അല്ലെങ്കിൽ അംശബന്ധത്തിൽ നിന്നും 100% ഷുവർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതുപോലെയുള്ള ഒരുവൻ. ഓക്കെ, ഇതുപോലെയുള്ള 2 ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു. ഇതിന്റെ എക്സ്ട്രാ ലെവൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ചെയ്യും കേട്ടാ. നോക്കിക്കേടാ, ഡ്രോ എ line AB 9 cm long, mark a point P on it. The length of AP and PB should be in the ratio 1:T. 2. How far away from A should we mark P? അതായത് and calculate mark it. 9 cm നീളത്തിൽ ഒരു AB എന്ന ഒരു വര വരയ്ക്കുക. ഇതിൽ P എന്ന ഒരു കുത്തിടണം. AP, PB എന്നിവയുടെ നീളങ്ങൾ 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിലായിരിക്കണം. എയിൽ നിന്നും എത്ര അകലത്തിലാണ് P അടയാളപ്പെടുത്തേണ്ടത് കണക്ക് കൂട്ടി അടയാളപ്പെടുത്തുക. അതായത് നമ്മളോട് എന്താ പറഞ്ഞത്, ആദ്യം എത്ര സെന്റിമീറ്ററുള്ള ലൈൻ അവിടെ വരയ്ക്കേണ്ടത്? നമ്മളോട് 9 സെന്റിമീറ്ററുള്ള ലൈനാണ് വരയ്ക്കാൻ പറഞ്ഞത്. എന്ത് ചെയ്തു? 9 സെന്റിമീറ്ററുള്ള ലൈൻ വരച്ചു. ഇത് നിങ്ങൾക്ക് അറിയായൊന്നുമില്ലല്ലോ 9 സെന്റിമീറ്ററുള്ള ലൈൻ വരയ്ക്കാൻ. സ്കെയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാലോ അല്ലെ. ഇനി എന്താ ചെയ്യേണ്ടത്? ഇത് AB എന്ന് പറയാൻ ഈ ഒരു ലൈനിന്റെ പേര് എന്ന് വെച്ചാൽ AB. ഇവനാണ് ഈ ലൈനിന്റെ പേര്. ഇനി അടുത്തത് നമ്മളോട് ചോദിക്കുകയാണ്, ഇതിൽ P എന്ന് പറയുന്ന ഒരു കുത്തിടണം. നോക്ക്, ഇതിൽ P എന്ന് പറഞ്ഞിട്ട് ഒരു കുത്തിടണം. എവിടെയോ ഒരു കുത്തിടണം. അപ്പൊ ഞാൻ വെറുതെ P എന്ന് പറഞ്ഞ ഒരു കുത്തിട്ടു എന്നേ ഉള്ളൂ. നിങ്ങൾ ആദ്യം പോയി കുത്തൊന്നും ഇടാൻ നിൽക്കരുത്. അപ്പൊ P എന്ന് പറയുന്ന ഒരു കുത്ത് വെറുതെ ഇടണം. ഓക്കെ, പക്ഷെ എന്താവണം, ഈ AP-യും PB-യും തമ്മിലുള്ള റേഷ്യോ അല്ലേ, AP എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത്, PB എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ലെങ്ത്, ഇവന്മാർ തമ്മിലുള്ള റേഷ്യോ 2:3 ആവണം. അതായത് 9 സെന്റിമീറ്റർ നീളമുള്ള ഈ വരയെ നോക്ക്, 9 സെന്റിമീറ്റർ നീളമുള്ള ഈ വരയെ നമ്മൾ എന്ത് ചെയ്യണം? 2:3 എന്ന് പറയുന്ന ഈ ഒരു അംശബന്ധത്തിൽ വീതിക്കണം. ഓക്കെ, 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കണം. എങ്ങനെയാടാ ഈ 9 സെന്റിമീറ്റർ നീളമുള്ള ഈ ഒരു വരയെ നമ്മൾ 2:3 വീതിക്കാം? ഞാൻ ഇതിനെ ഈ സൈഡ് കൊണ്ടുവയ്ക്കാം. 9നെ 2:3 വീതിക്കണം. 2:3 വീതിക്കണം എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം എന്നറിയോ? അതായത് 2ഉം 3യും കൂട്ടിയൊക്കെ, 2ഉം 3യും കൂട്ടിയൊക്കെ എത്ര ആയിട്ടാ? 2ഉം 3ഉം 5ആണ്. അങ്ങനെയെങ്കിൽ ഇവർ പറയുന്നത് 5 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ, 9നെ 5 ഭാഗങ്ങളാക്കി കഴിഞ്ഞാൽ 5ൽ 2 ഭാഗം എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മളുടെ AP ആയിരിക്കും. അതുപോലെ നമ്മളുടെ PB എന്തായിരിക്കും? PB. AP:PB എന്ന് പറഞ്ഞാൽ 2:3. 5ൽ 2 എന്ന് പറയുന്നത് AP ആണ്, 5ൽ 3 എന്ന് പറയുന്നത് PB ആണ്. ക്ലിയർ ആണല്ലോ? 5ൽ ഇവന്മാർ രണ്ടാളെയും കൂട്ടി ആകെ എത്ര ഭാഗങ്ങളുണ്ട്? 2ഉം 3ഉം 5. 5ൽ 2 AP ആണ്, 5ൽ 3 PB ആണ് എന്നാ പറയുന്നത്. ഓക്കെ, 9ന്റെ 5ൽ 2, അതായത് 2/5 × 9. 2:3 ആണോ? അല്ല, 1:2 അല്ലേ. ഓക്കെ, 1:2 ആണെങ്കിൽ എങ്ങനെയാ? നമ്മൾ തളരില്ല. 1:2 ഇവർ പറയുന്നത്. 1:2 ആണെങ്കിൽ എന്താടാ? 1:2 ആണെങ്കിൽ ആകെ 3 ഭാഗങ്ങൾ. 3ൽ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? AP ആയിരിക്കും. അതുപോലെ 3ൽ 2 എന്ന് പറയുന്നത് PB ആയിരിക്കും. ആരെ 3ൽ 1? 9ന്റെ 3ൽ 1 AP ആയിരിക്കും, 9ന്റെ 3ൽ 1 PB ആയിരിക്കും. ബിക്കോസ് എന്താണ്, നമ്മളെ AP-നെയും PB-നെയും നമ്മൾ 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് വീതിക്കുന്നത്. റെഡി? ഇനി അവിടെ നോക്കിയാടാ, ഇതെങ്ങനെയാ ഇനി ചെയ്യാം? മക്കൾ ആദ്യം ചെയ്യേണ്ടത് ഇവനോട് ഹരിച്ചാൽ മതി. 9 ഹരിക്കണം 3 എത്രയാണ്? 3 ആണ് അല്ലേ? 3 ആണ്. അപ്പൊ ഈ 1 അങ്ങനെ തന്നെ എഴുതിയേ. 1 × 9 ഹരിക്കണം 3, 3. 1 × 3 എത്രയാ? 3 ആയിരിക്കും. ഇനി ഇതാണ് നോക്കുക, ഇതുപോലെ തന്നെ 9 ഹരിക്കണം 3, 3 ആണ്. ഈ 2 അങ്ങനെ തന്നെ എഴുതിയേ. 2 × 3 6 ആയിരിക്കും. അതായത് എത്രയാണടാ? AP എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഇനി PB എന്ന് പറയുന്നത് എത്രയാണ്? 6 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മളുടെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇതാ നോക്കിയാൽ നമ്മളോട് എന്താ ചോദിച്ചത്? ഹൗ ഫാർ എവേ A ഷുഡ് വി മാർക്ക് A? അതായത് എയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് P കിടക്കുന്നത്? എയിൽ നിന്ന് എത്ര ദൂരത്തിലാണ് P കിടക്കുന്നത്? 3 സെന്റിമീറ്റർ ദൂരത്തിൽ.
അല്ലെ 3 സെന്റിമീറ്റർ ഒന്നാമത്തെ കിട്ടിയേ. രണ്ടാമത്തത് കാൽക്കുലേറ്റ് ആൻഡ് മാർക്ക് ഇറ്റ്. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇതിന് മാർക്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, 8-9 സെന്റിമീറ്ററിലുള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 9നെ 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കണം. അതായത് 1 2 കൂട്ടിയാൽ 3 അല്ലെ, 3ൽ 1 എന്ന് പറയുന്നത് AP ആയിരിക്കും, 3ൽ 2 എന്ന് പറയുന്നത് PB ആയിരിക്കും. 9ന്റെ 3ൽ 1 എന്ന് പറയുന്നത് 3 ആണ്, 9ന്റെ 3ൽ 2 എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ ഇവിടുന്ന് എന്താ ചെയ്യേണ്ടത്, ഈ AP എന്ന് പറയുന്നത് 3 ആണ്, PB എന്ന് പറയുന്നത് 6 ആണ്. മക്കൾ എപ്പോഴും ഈ ഒരു പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ലൈൻ വെറുതെ നിങ്ങൾ സൈഡിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് റഫായിട്ട് വരയ്ക്കുക, എന്നിട്ട് നിങ്ങൾ ക്ലിയർ ആയിട്ട് വരയ്ക്കാവേ. അപ്പൊ നമ്മൾ നോക്കുക, 3 സെന്റിമീറ്റർ അകലെയാണ് ഇവിടെ PB എന്ന് പറയുന്നത്. ഇവിടെ ഒരു AB ആയിരിക്കും ലൈന്, ഇവിടെ P ഉണ്ടാവും. ഇവിടുന്ന് ഇങ്ങോട്ട് 3 സെന്റിമീറ്റർ ആണ്, ഇവിടുന്ന് ഇങ്ങോട്ട് 6 സെന്റിമീറ്റർ ആണ്. ഇനി നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ കഴിയില്ലേ? അങ്ങനെയെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഡ്രോ എ ലൈൻ 15 സെന്റിമീറ്റർ ലോങ്. എന്താ പറഞ്ഞത്? ഡ്രോ എ ലൈൻ 15 സെന്റിമീറ്റർ ലോങ്. മാർക്ക് എ പോയിന്റ് ഓൺ ദാറ്റ്, ഡിവൈഡ് ദ ലൈൻ ഇൻ ദ റേഷ്യോ 2:3. കാൽക്കുലേറ്റ് ദ ലെങ്ത് ആൻഡ് മാർക്ക് ദ പോയിന്റ്. അതായത് നമ്മളോട് എന്ത് പറഞ്ഞു, ഒരു ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. എനിക്ക് കളർ ഇഷ്ടമായില്ല, ഓക്കെ. ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്താ പറയുന്നത്, 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. ഇത് ഞാൻ വെറുതെ എന്ത് ചെയ്യാണെന്ന് അറിയോ, ഇത് ഞാൻ വെറുതെ ഒരു റഫായിട്ട് വരയ്ക്കാം കേട്ടോ. 15 സെന്റിമീറ്റർ ആണ് ഇതിന്റെ നീളം. ഈ 15 സെന്റിമീറ്ററുള്ള ഈ ലൈനിനെ നമ്മൾ എന്ത് ചെയ്യണം, 2:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ വീതിക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഈ ലൈനിന്റെ പേര് AB എന്നാണെങ്കിൽ നമ്മൾ ഇതിലൊരു പോയിന്റ് മാർക്ക് ചെയ്യാണ് P എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ APയും PBയും തമ്മിലുള്ള റേഷ്യോ അംശബന്ധം എന്താണ്, 2:3 ആണ്. അങ്ങനെയെങ്കിൽ APയും PBയും എത്രയാണെന്ന് നോക്കി നോക്കാം. അതായത് നമ്മൾ എന്താ ചെയ്തത്, 15 സെന്റിമീറ്റർ നീളമുള്ള വരെ നമ്മൾ എന്ത് ചെയ്തു, AP PB ആക്കിയിട്ടുണ്ട് അല്ലെ. AP എന്ന് പറഞ്ഞാൽ എന്താണ്, APയും PBയും ഏത് റേഷ്യോയിലാടാ, 2:3 എന്ന് പറയുന്ന റേഷ്യോയില. അതായത് 2ഉം 3യും കൂട്ടിയാൽ 5 അല്ലെ. 5ൽ എത്ര എണ്ണാടാ AP എന്ന് പറയുന്നത്, 5ൽ 2 ആണ് AP. ആരുടെ, നമ്മളുടെ 15ന്റെ 5ൽ 2 ആണ് AP. PB എന്ന് പറയുന്നതോ 5ൽ 3 ആണ് 15ന്റെ. 5ൽ 3 ആണ് ആര്, നമ്മളുടെ 15ന്റെ 5ൽ 3 ആണ് PB. ഇത് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്ത് നോക്ക്. 15/5 എന്ന് പറഞ്ഞാൽ എത്രയാ, 3 ആണ് അല്ലെ. അപ്പൊ 2 × 3 6 സെന്റിമീറ്റർ ആയിരിക്കും. 15/5 എന്ന് പറഞ്ഞാൽ എന്താണ്, 3 ആണ് അല്ലെ. അപ്പൊ 3 × 3 9 ആയിരിക്കും. റെഡി, സിമ്പിൾ അല്ലേ? ഇനി എങ്ങനെയാ ഇത് വരയ്ക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇനി നിങ്ങൾക്ക് മസ്സ അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയും. 15 സെന്റിമീറ്ററിലുള്ള ലൈൻ വരയ്ക്കുക. എൻ്റെ 15 ഇവിടെ കൊള്ളൂല, അയ്യോ എൻ്റെ 15 സെന്റിമീറ്ററിലുള്ള സ്കെയിലില്ലടാ, ഇത് ചതിച്ചു, ഇത് 10 സെന്റിമീറ്ററേ ഉള്ളൂ, 11 ഉള്ളൂ. എന്താ ചെയ്യേണ്ടത്, ആദ്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ കറക്റ്റ് വരച്ചാൽ മതി. 15 സെന്റിമീറ്ററിൽ ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് അടുത്തത് എന്താ ചെയ്യേണ്ടത്, നമുക്ക് എന്ത് ചെയ്യണം, ഇതിന്റെ നീളം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ നീളം എന്ന് പറയുന്നത് 9 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ P മാർക്ക് ചെയ്യുക. P എങ്ങനെയാ മാർക്ക് ചെയ്യുക, ഇവിടുന്ന് 6 സെന്റിമീറ്റർ അകലത്തിൽ. അപ്പൊ നിങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ സ്കെയിൽ വെച്ച് 6 സെന്റിമീറ്റർ ഇവിടെ വരുന്നത് നോക്കുക. അപ്പൊ ഇവിടെ ആയിരിക്കും ചിലപ്പോൾ 6 സെന്റിമീറ്റർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ പോയിന്റ് അടയാളപ്പെടുത്തും. അപ്പൊ നമ്മൾ പറയും ഇതാണ് ഇതിന് 2:3 എന്ന് പറയുന്ന അംശബന്ധം. ഇവിടെ APയും PBയും തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ? അങ്ങനെയെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിയേ. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നതിന് മുന്നേ വേറൊരു കാര്യം പറയാനുണ്ട് കേട്ടോ. ഇതുപോലെ ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അവസാന നിമിഷത്തെ മിസ്സൊക്കെ കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിപ്പിച്ചിരുന്നില്ലേ, എല്ലാം പഠിപ്പിച്ചിരുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാം. ക്രിസ്മസ് ആണ്, നമുക്ക് കുറേ നമ്മളെ ഓണ എക്സാമിന് ശേഷമുള്ള പോർഷൻസ് തന്നെയാണ് നിങ്ങൾക്ക് ഒരു 90% ചോദിക്കാം. അപ്പോൾ നോ പ്രോബ്ലം, നമുക്ക് എങ്ങനെയെങ്കിലും പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അടുത്ത ഫൈനൽ എക്സാം എത്തുമ്പോൾ മക്കൾക്ക് എന്ത് ചെയ്യും, എല്ലാ ചാപ്റ്ററിനും ചോദിക്കും, എല്ലാ ചാപ്റ്ററിനും ചോദിക്കും. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ട അറിയോ, നിങ്ങൾ ഏറ്റവും നല്ല ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് നമ്മളുടെ ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, നമ്മളുടെ ഇതുവരെ നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഒക്കെ നമുക്ക് കുറേ എണ്ണം മറന്നുപോയില്ലേ. നിങ്ങളെ സ്കൂളിൻ്റെ കലാമേളയും കായികമേളയായിട്ട് നിങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ നിങ്ങളെ കുറേ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല, കുറേ ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ടാവില്ല. അതിൻ്റെ ക്ലാസ് നമ്മളെ ആപ്പിലുണ്ട്. അതുപോലെ ഓരോ എക്സാമിൻ്റെയും മുന്നേ ഞങ്ങൾ എന്ത് ചെയ്യും, ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞങ്ങളെ കുട്ടികളെ കൊണ്ട് എഴുതിക്കും. അതുപോലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്യലുണ്ട്,
നിങ്ങൾക്ക് ഓരോ ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യിക്കലുണ്ട്. നിങ്ങൾ ഈ 8ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അവിടെ കുറേ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിൽ ഇത് പഠിച്ചില്ലേ അത് പഠിച്ചില്ലേ എന്നുള്ളതായിരുന്നു. അപ്പോൾ മിസ്സിന് വേണ്ടിയിട്ട് മക്കൾ ഒരൊറ്റ കാര്യം ചെയ്യണം. മക്കൾ ഇപ്പം ജോയിൻ ചെയ്യൊന്നുമല്ല വേണ്ടത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇതെന്താണ് എന്നുള്ളത്, ഇതെന്താണ് ഈ ബൂസ്റ്റർ ബാച്ച് എന്താ അത്ര അടിപൊളി എന്നുള്ള, അല്ലെങ്കിൽ ഈ ബൂസ്റ്റർ ബാച്ചിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത് ഒന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് ഒരു ബൂസ്റ്റർ ബാച്ച് എൻക്വയറി എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ലിങ്കിൽ മക്കൾ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് നിങ്ങളെ പേരും നമ്പറും നിങ്ങളുടെ ക്ലാസ്സും ഒന്ന് മെൻഷൻ ചെയ്ത് അടിച്ചു കൊടുത്താൽ ആ രജിസ്ട്രേഷൻ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. മിസ്സിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ ചെയ്യൂലേ? എന്തായാലും ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു രജിസ്ട്രേഷൻ ഫോം ഫില്ല് ചെയ്യുന്ന കുട്ടികൾക്ക് എത്ര രൂപയ്ക്ക് അറിയോ? 1249 രൂപയ്ക്ക് നമ്മൾ ബാച്ച് തരുന്നുണ്ട്. അപ്പോൾ അത് ആരും എന്ത് ചെയ്യരുത്, മിസ്സാക്കരുത് കേട്ടോ. അപ്പോൾ ഈ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്യണം, ഇപ്പോൾ ജോയിൻ ചെയ്യണം എന്നൊന്നുമല്ല മിസ് പറയുന്നത്. ഒന്ന് രജിസ്ട്രേഷൻ ഫോം എൻ്റെ മക്കൾ ഒന്ന് ഫില്ല് ചെയ്തിടുക കേട്ടോ. ഓക്കെ, അങ്ങനെയെങ്കിൽ കുറച്ച് ലെവൽ കൂടിയൊരു ക്വസ്റ്റ്യൻ ആണ് മിസ് അടുത്ത് പറയാൻ പോകുന്നത്. ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 cm ആൻഡ് സൈഡ്സ് ഓഫ് ലെങ്ത് ഇൻ ദ റേഷ്യോ 1:2. With the same perimeter, draw 2 more rectangle with sides in the ratio 2:3 and 3:7. Calculate the areas of the 3 rectangle. Which rectangle has greatest area? അതായത് നമ്മളോട് പറയാണ് 30 സെന്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലും ആയ ചതുരം വരയ്ക്കുക. ഇതേ ചുറ്റളവിൽ നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? വശങ്ങളുടെ നീളം 2:3, 3:7 എന്നീ അംശബന്ധങ്ങളിൽ ആയ മറ്റ് 2 ചതുരം കൂടി വരയ്ക്കുക. 3 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഏത് ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ? ഇത് 5 മാർക്കിന് തന്നെ നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. നല്ലോണം ശ്രദ്ധിച്ചിരുന്നു. അതായത് ഇത്രേ ഇവർ പറഞ്ഞിട്ടുള്ളൂ. ഇവരെന്താ പറഞ്ഞത്? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് പെരിമീറ്റർ 30 cm. അപ്പൊ ഇവരെന്താ പറഞ്ഞത്? പെരിമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? 30 ആണ്. അതായത് പെരിമീറ്റർ എങ്ങനെയാ കാണാ? 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് അല്ലെ, അല്ലെങ്കിൽ 2 × നീളം പ്ലസ് വീതിയാണ്. അപ്പൊ 2 × നീളം പ്ലസ് വീതി അല്ലെങ്കിൽ 2 × ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 30 ആണെന്നാ പറയുന്നത്. അതായത് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്, അതായത് നീളത്തിന്റെയും വീതിയുടെയും സമ്മ്, തുകന്റെ ഡബിൾ എന്ന് പറയുന്നത് എന്താണ്? ഡബിൾ 2 ഗുണിക്കണം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത്. ഇതിന്റെ ഡബിൾ എന്ന് പറയുന്നത് 30. അപ്പൊ മക്കൾ പറഞ്ഞ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയായിരിക്കും? എന്തായിരിക്കും? അതായത് നമുക്ക് 2 ചക്കന്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20. 2 ചക്കന്റെയും കൂടി വെയിറ്റ് എന്ന് പറഞ്ഞാൽ 20. അങ്ങനെയെങ്കിൽ 1 ചക്കന്റെ വെയിറ്റ് എന്തായിരിക്കും? 10 ആയിക്കൂലെ? 20/2. അതുപോലെ തന്നെ നോക്ക്, 2 ഗുണിക്കണം ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 30 ആണ്. അങ്ങനെയെങ്കിൽ ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 30/2 15 ആയിരിക്കും അല്ലെ? ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 15 കിട്ടും. ഇനി ഇവർ പറയാണ് ഇവന്മാര് ഏത് റേഷ്യോല? 1:2 എന്ന് പറയുന്ന റേഷ്യോയിലാണ്. 1:2 എന്ന് പറയുന്ന റേഷ്യോയില. അതായത് നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഒരൊറ്റ ലൈന് വരയ്ക്കുകയാണ്. ആ ലൈന് മൊത്തം എത്ര സെന്റിമീറ്ററാ? 15 സെന്റിമീറ്ററിൽ ലൈന് വരയ്ക്കാം. നമുക്ക് 15 സെന്റിമീറ്ററിൽ ലൈന് വരയ്ക്കാം. ആ ലൈനിന്, ആ 15 സെന്റിമീറ്ററിലെ ലൈൻ എന്താണ്? ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് ആണ് 15 സെന്റിമീറ്റർ. ആ 15 സെന്റിമീറ്ററിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 15 ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ വീതിക്കണം. എങ്ങനെയാ വീതിക്കേണ്ടത്? 1:2 എന്ന് പറഞ്ഞിട്ട് വീതിക്കണം. 15 സെന്റിമീറ്റർ മക്കൾ എന്താ ചെയ്യേണ്ടത്? 1:2 എന്ന് പറഞ്ഞിട്ട് വീതിക്കണം. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 15 സെന്റിമീറ്ററിന്റെ മക്കള് 1:2 എന്ന് പറഞ്ഞ് വീതിച്ചാൽ എങ്ങനെയാണ് ഉണ്ടാവുക? 15നെ 1:2, 1:2, അതായത് ലെങ്ത് ഇത് ബ്രെഡ്ത്ത്. അങ്ങനെയെങ്കിൽ ലെങ്ത് എത്രയാണ്ടാവുക? 1ഉം 2ഉം കൂട്ടിയാൽ 3 ആണ് അല്ലെ. അതായത് 3ൽ എത്രയാണ്? 3ൽ 1 ആണ് ലെങ്ത് എന്ന് പറയുന്നത്. ആൻഡ് ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ ബ്രെഡ്ത്ത് ഈസ് ഈക്വൽ ടു 3ൽ 2 ആണ് ബ്രെഡ്ത്ത്. ഓക്കെ, 3ൽ 2 ആണ് ബ്രെഡ്ത്ത്. ഇനി എങ്ങനെയാ? 3ൽ 1 ആണ്. ഈ 15ന്റെ മൊത്തം 15 ഉള്ളത്. ആ 15ന്റെ 3ൽ 1 ആണ് എന്ത്? ലെങ്ത് എന്ന് പറയുന്നത്. 15ന്റെ 3ൽ 2 ആണ് എന്ത്? ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ലെങ്ത് എത്രയായിരിക്കും? നമ്മൾ എങ്ങനെയാ ചെയ്യുക? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 15 ഹരിക്കണം 3 എത്ര വരിക? 5 ആണ്. അപ്പൊ 1 × 5 സെന്റിമീറ്റർ ആയിരിക്കും ലെങ്ത്. ഓക്കെ, ഇവിടെ ബ്രെഡ്ത്ത് എന്തായിരിക്കും വരിക? 15/3 5 ആണ്. 2 × 5 10 സെന്റിമീറ്റർ ആയിരിക്കും എന്ത്? ബ്രെഡ്ത്ത്. റെഡി?
പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. ഇങ്ങനെയാണ് ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് കാണേണ്ടത്. പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടാൽ ചുറ്റളവ് നിങ്ങൾ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിനെ 2:1 എന്താണോ അംശബന്ധം ആ അംശബന്ധത്തിൽ ഒന്ന് വീതിച്ച് നോക്കുക. ഇനി നോക്ക്, വിത്ത് ദ സെയിം പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 30 തന്നെയാണ് പെരിമീറ്റർ. അപ്പോൾ ലെങ്ത്തും ബ്രെഡ്ത്തും കൂട്ടിയാൽ 15 തന്നെയാണ്. അതിനെന്ത് ചെയ്യണം, 2 or more rectangle with sides 2:3 and 3:7. ഓക്കെ, വിത്ത് ദ സെയിം പെരിമീറ്റർ ഡ്രോ 2 or more rectangle. ഇത് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞത്, വരയ്ക്കാനുള്ള ക്വസ്റ്റ്യനാ. ഇതെങ്ങനെയാ നിങ്ങൾ വരയ്ക്കുക? നമ്മളുടെ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 5 സെന്റിമീറ്റർ അല്ലെങ്കിൽ 10 സെന്റിമീറ്റർ ഏതെടുത്താലും കുഴപ്പമില്ല. ഞാൻ എന്ത് ചെയ്തു, 10 ഇവിടെ എടുത്തു. അങ്ങനെയെങ്കിൽ അടുത്ത വശം എന്താണ്, 5 ആണ്. മക്കൾ എന്ത് ചെയ്യും, നമ്മളുടെ സെറ്റ് സ്ക്വയർ എടുക്കും അല്ലെ. സെറ്റ് സ്ക്വയർ അടിച്ചിട്ട് ഇതങ്ങനെ 5 സെന്റിമീറ്ററിൽ 2 ലൈൻ വരയ്ക്കും അല്ലെ. എന്നിട്ട് ഇവന്മാരെ കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഇവനാണ് എന്ത്, നമ്മളുടെ ഈ ഒരു 1:2 എന്ന് പറയുന്ന അംശബന്ധത്തിലുള്ള ലെങ്ത്തും ബ്രെഡ്ത്തും എന്ന് പറയുന്നത്. ഇനി ഇതേ പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിനും ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും, 15 തന്നെയാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, അടുത്തതെന്ന് പറയുന്നത് 2:3 കട്ട് ചെയ്യണം. ലെങ്ത്തിനെയും ബ്രെഡ്ത്തിനെയും 2:3 കട്ട് ചെയ്യണം. അതായത് ലെങ്ത്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 2:3. അങ്ങനെ നിങ്ങൾ പറഞ്ഞേ, ലെങ്ത്തും ബ്രെഡ്ത്തും എത്രയായിരിക്കും ഉണ്ടാവുക? ലെങ്ത്ത് എന്ന് പറയുന്നത് ആകെ 5 ആണുള്ളത്, 5ൽ 2 ലെങ്ത്ത് ആയിരിക്കും, 15ന്റെ 5ൽ 3 ബ്രെഡ്ത്ത് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ചെയ്ത് നോക്കേ. ഇനി എന്തായിരിക്കും ചെയ്യുക, സിമ്പിൾ, 15/5 3 ആയിരിക്കും. 2 × 3 6 ഇത് വരിക. 15/5 3 അപ്പൊ 3 × 3 9 ആയിരിക്കും വരിക. അപ്പൊ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടിയില്ലേ. ഇനി മക്കൾ എന്താ ചെയ്യേണ്ടത്, 9 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരയ്ക്കുന്നു. എന്നിട്ട് മുകളിലോട്ടും എന്താ വരയ്ക്കുക, നമ്മളുടെ 6 സെന്റിമീറ്റർ വരയ്ക്കുന്നു. ഇവന്മാർ രണ്ടാളെയും കൂട്ടി യോജിപ്പിക്കുന്നു. ഇനി ഇതുപോലെ തന്നെ അടുത്തത് എന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, അടുത്തതെന്ന് പറയുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഏതാണ്, 3:7 എന്ന് പറയുന്ന അംശബന്ധത്തില്ല. അപ്പൊ ലെങ്ത്ത് പ്ലസ് ബ്രെഡ്ത്ത് 15 തന്നെ, ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ലെങ്ത്ത് ഈസ്റ്റു ബ്രെഡ്ത്ത് എന്താണ്, 3:7 എന്ന് പറയുന്ന അംശബന്ധത്തില്ല. അതായത് ലെങ്ത്ത് എത്ര ആയിരിക്കും, 3 7 കൂട്ടിയാൽ 10, 10ൽ 3 ലെങ്ത്ത്. ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, 10ൽ 7 ബ്രെഡ്ത്ത്. ഇനി എന്ത് ചെയ്യണം, 6 10ൽ 3 15ന്റെ 10ൽ 3 ഇതെന്താണ്, 15ന്റെ 10ൽ 7. ഓക്കെ, ഇനി എന്താണ് മക്കൾ ചെയ്യുക, ഇതാ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്യാൻ നോക്കുക. 15/10 മിസ്സേ കിട്ടുന്നില്ലല്ലോ, ഇങ്ങനെ കിട്ടുന്നില്ലല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ നേരെ സാധാ പോലെ ചെയ്യുക. 3 × 15 എത്രയാ വരിക, 45 ഹരിക്കണം 10. ഏത് നമ്പറിനെ 10 കൊണ്ട് ഹരിച്ചാൽ എന്താ കിട്ടുക, ഒരു നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടാൽ മതി, 4.5 ആയിരിക്കും. ഇനി അടുത്ത് നോക്ക്, 7 × 15 എത്രയാ വരിക, 5 35ൽ 5 3 ശിഷ്ടം. 7 1 എത്രയായിരിക്കും, 7 7ഉം 3ഉം 10, 105/10. 105/10 പറഞ്ഞാൽ എന്തായിരിക്കും, 10.5. ഇനി നിങ്ങൾ എന്താ ചെയ്യുക, 10.5 ഒരു ലൈൻ വരയ്ക്കും. മുകളിലോട്ടും എന്ത് ചെയ്യും, 4.5 വരയ്ക്കും. എന്നിട്ട് ഇവന്മാരെ കൂട്ടി യോജിപ്പിക്കും. അങ്ങനെയെങ്കിൽ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിൽ ഏറ്റവും വലിയ ഏരിയ അല്ലെങ്കിൽ എന്തായിരിക്കും, നമ്മളുടെ പരപ്പളവ് ഏതിനാ കൂടുതൽ എന്നാ ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാവരുടെയും പരപ്പളവ് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഇത് എനിക്കറിയാം, നിങ്ങൾ ഇത് കണ്ടു കഴിയുമ്പോൾ അല്ല മിസ്സേ ഇതെന്താ അപ്പൊ ഈ ക്വസ്റ്റ്യന് ശരിയില്ലല്ലോ എന്ന്. എടാ, ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്, അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എനിക്കൊരു ആവശ്യമില്ല ശരിക്കും ഈ ഇത്രയും ടഫുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. എനിക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് വളരെ സന്തോഷമായി, എനിക്കും സന്തോഷം, നിങ്ങൾക്കും സന്തോഷമാകുമായിരുന്നു. പക്ഷെ എൻ്റെ മക്കൾക്ക് 2 ദിവസങ്ങളുണ്ട്, ശനി ഞായറും നമ്മുടെ മാത്സ് എക്സാമിനുണ്ട്. ഏത് തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾ സ്റ്റക്ക് ആവാൻ ഇനി പാടില്ല. അടിപൊളിയായിട്ട് പഠിക്കാനുള്ള സമയമുണ്ട്, ഞങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ കൂടെ. അപ്പോൾ നമ്മൾ ഫുൾ മാർക്കിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. അപ്പോൾ നിങ്ങൾ ആരും മറക്കണ്ട, നമ്മളുടെ ഞായറാഴ്ചത്തെ ലൈവിൽ എല്ലാവരും എനിക്കിവിടെ കാണണം കേട്ടോ. ഞായറാഴ്ച 7 മണിക്ക് നടക്കുന്ന ലൈവിൽ നമ്മൾ ഫുൾ ഇതുപോലെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഞായറാഴ്ചത്തെ ലൈവിൽ എല്ലാവരും എന്തായാലും അവിടെ എത്തണം കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സ് ഒക്കെ ഉണ്ടാവുന്നത് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിലായിരിക്കും ക്രിസ്മസ് എക്സാമിൻ്റെ. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും മക്കൾ ബാക്കിയുണ്ടെങ്കിൽ ഒന്ന് നമ്മളുടെ കമന്റ് ബോക്സിന് മുകളിലായിട്ട് സ്റ്റഡി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട്, അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സോ മറ്റൊരു വീഡിയോവുമായി കാണാം, അതുവരേക്കും ബൈ.